ഉന്നതങ്ങളായ പ്രയോജനങ്ങളെ തരാൻ കഴിയുന്ന പരലോക വിഷയത്തിൽ യസ്മിൻ യാതൊരു പരലോക വിഷയത്തിൽ ഇപ്രകാരം യാതൊന്ന് വിചികിത്സന്തി സംശയിക്കുന്നുവോ തത് അതിനെ ആത്മതത്വത്തെ നഹ എനിക്ക് ബ്രൂഹി പറഞ്ഞു തന്നാലും. അപ്പൊ അവിടുന്ന് എനിക്ക് ആ പരലോക വിഷയത്തെ കുറിച്ച് ആത്മവിദ്യയെ കുറിച്ച് പറഞ്ഞു തന്നാലും യഹ അയം ആ യാതൊരു വരത്തെ ഗൂഢം ഗഹനതത്വത്തെ അതിന്റെ ദുർവിജ്ഞേയമായ അംശത്തെ അനുപ്രവിഷ്ട പ്രാപിച്ചിരിക്കുന്നുവോ തസ്മാത് അതിൽ നിന്ന് അന്യം വരം മറ്റൊരു വരത്തെ നചികേതസ് നവൃണീതേ വരിക്കുന്നില്ല. ഈ ഒരു വരമല്ലാതെ മറ്റൊരു വരം നചികേതസ് വരിക്കുന്നില്ല. നചികേതസിന് ആവശ്യമില്ല. ഒറ്റ വരം. ഇവിടെ ഒന്നാം വല്ലി അവസാനിക്കാം. അപ്പൊ നചികേതസിനെ നമുക്ക് പരിചയപ്പെടുത്തി, നചികേതസിന്റെ നിശ്ചയദാർഢ്യത്തെ പരിചയപ്പെടുത്തി. വിദ്യ നിശ്ചയദാർഢ്യമുള്ളവന് മാത്രമേ കിട്ടൂ എന്ന് നമ്മെ ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥി പക്ഷത്തില് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഉപനിഷത്ത്. അതുകൊണ്ടായിരിക്കാം സ്വാമി വിവേകാനന്ദൻ ഈ ഉപനിഷത്തിനെ യുവത്വത്തിന്റെ ഉപനിഷത്ത് എന്നാണ് പറയുന്നത്. ഇത്രയും ശക്തമായ തീരുമാനമുള്ള ഒരു ഉപനിഷത്ത് നചികേത പക്ഷത്തു നിന്ന്. ഇപ്പൊ മൃത്യുവിനോട് തന്നെ പറയുകയാണ്, മനുഷ്യ ജീവിതത്തില് മഹത്തായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന പരലോക വിദ്യയെ പറ്റിയുള്ള സംശയങ്ങൾ പരിഹരിക്കത്തക്കവണ്ണം ആത്മതത്വം എനിക്ക് ഉപദേശിച്ചു തരണം. അതല്ലാതെ മറ്റൊരു വരം എനിക്ക് വേണ്ട. അങ്ങ് തന്ന വേറെ യാതൊരു ഇതിലും എന്നെ പ്രലോഭിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് വേണ്ട. ഇതിൽ ഉറച്ചു നിൽക്കുമ്പോൾ വല്ലി അവസാനിക്കുക. ഇനി രണ്ടാം വല്ലി ആരംഭിക്കുക. അപ്പൊ അവിടെ ശ്രേയസ് പ്രേയസ് ഭാരതീയ ചിന്ത ഇനി അതിന്റെ ആഴത്തിൽ നചികേതസിനെ പഠിപ്പിക്കാൻ ഒരു നാണയം. അതുകൊണ്ട് ഈ കഠോപനിഷത്ത് ശ്രദ്ധേയമായൊരു പഠനമാണ്. ഭാരതീയ ചിന്ത രണ്ട് തലങ്ങളുള്ളതാണ് അറിവ്. ഒന്ന് ശ്രേയസ്, രണ്ട് പ്രേയസ്. മറ്റൊരു തലത്തിൽ ഇത് പറയും, ധർമ്മം രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയും. ശ്രേയശ്ച പ്രേയശ്ച എന്നാണ് രണ്ടായിട്ട് ധർമ്മം നിൽക്കുന്നത്. അതില് ശ്രേയോ മാർഗത്തെ ബുദ്ധിമാൻ വരിക്കുന്നു, മന്ദനോ പ്രേയോ മാർഗത്തെ വരിക്കുന്നു. രണ്ടുപേരും ഈ ഭൂമിയിലുള്ളവരാണ്. ചിലർക്ക് ശ്രേയസ് മാത്രം മതി. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം അവരുടെ സൃഷ്ടിയാണ്. സുഖവും ദുഃഖവും അവരുടെ സൃഷ്ടിയാണ്. മറ്റു ചിലരാകട്ടെ പ്രേയസിൽ നിന്ന് സുഖവും ദുഃഖവും ഉണ്ടാകുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പ്രേയസിന്റെ പിന്നാലെ പോകുന്നു. ഇങ്ങനെ രണ്ടു തരക്കാരെ നമുക്ക് ലോകത്തിൽ എപ്പോഴും കാണാം. ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത് ശ്രേയസിന്റെ ലോകങ്ങളെ പോകുന്നവരെയാണ് പൂർവന്മാർ. പൂർവന്മാർ രണ്ടായിട്ട് തിരിച്ചിട്ട്, ഒന്ന് താഴെയുള്ള വിദ്യ, രണ്ട് ഉപരിയുള്ള വിദ്യ. വിദ്യയെ രണ്ടായിട്ട് പറയും. കർമ്മം ഒന്നും അതിനകത്ത് പെടുകയില്ല കേട്ടോ. കർമ്മം എന്ന് പറയുന്ന സാധനം അവിദ്യയാണ്. കർമ്മത്തിന്റെ ലോകം വേറെയാണ്. കർമ്മങ്ങളെ മൊത്തം വിളിക്കുന്നത് തന്നെ അവിദ്യ എന്നാണ്. ഉപാസന തുടങ്ങുന്നിടത്താണ് വിദ്യയുടെ ആവിർഭാവം. വിദ്യ രണ്ടായി പിരിയുമ്പോൾ അതിൽ ഉപാസന ഉൾക്കൊള്ളുന്നതായ വിദ്യാഭാഗത്തെ ശരിക്കും അവിദ്യയിൽ തന്നെ പെടുത്തിയാണ് ചില ആചാര്യന്മാർ വർണ്ണിച്ചു പോരുന്നത്. ചിലതിനെ താഴ്ന്ന വിദ്യ എന്ന് പറയും, പരയെന്നും അപരയെന്നും പറയും. അതില് അപര എന്ന് പറയുന്ന വിദ്യയിലാണ് ഉപാസനയെല്ലാം പെടുന്നത്. അപര എന്ന വിദ്യ കൊണ്ട് മാത്രമാണ്, ഉപാസന കൊണ്ട് മാത്രമാണ് മൃത്യുവിനെ വിദ്യയെ പ്രാപിക്കുന്നത്.
അത് ഈശാവാസ്യത്തിലും ബൃഹദാരണ്യകത്തിലും പറയും. അവിദ്യയാ മൃത്യും തീർത്തുക. അവിദ്യ കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്തിട്ട്. മൃത്യു തരണം ചെയ്യുന്നത് കർമ്മം കൊണ്ടാണ്. തരണം ചെയ്തിട്ട് വിദ്യാമൃതമശ്വതേ, ഉപാസന കൊണ്ട്. അപ്പൊ അവിടെ ലോകം വേറെയാണ്. അത് ഈശാവാസ്യം മുതലായ ഉപനിഷത്തുകളിൽ പറയും. മുണ്ടകത്തില് നമ്മൾ എടുത്താന്ന് തോന്നുന്നുണ്ട് അല്ലേ? മുണ്ടകത്തില് ദ്വേ വിദ്യേ വേദിതവ്യേതി അസ്മയത് ബ്രഹ്മവിദോ വദന്തി പരാചൈവ അപരാച. പര അപര എന്ന് രണ്ടുണ്ട്. അതില് അപര, തത്ര അപര ഋഗ്വേദോ യജുർവേദോ സാമവേദോ അഥർവവേദ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം. ഇതെല്ലാം അപരയാണ്, താഴ്ന്ന തരം വിദ്യയാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇതൊക്കെ അപരയാണ്, താഴ്ന്ന ലോവർ ടൈപ്പ് ഓഫ് നോളജ്. പര ഉപനിഷത്താണ്. ഇങ്ങനെയാണ് ഭാരതീയ ചിന്തയുടെ പ്രത്യേകത. അവിടെ അങ്ങനെ വിഭജിച്ചാ പറയാം. ഇവിടെ കഠോപനിഷത്തില് ശ്രേയസിന്റെയും പ്രേയസിന്റെയും ലോകമാണ്. അവിടെ പറയുന്ന ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചാംഗങ്ങളോടുകൂടിയാണ്, ഖഗോള വിജ്ഞാനത്തെയാണ്. നിങ്ങൾ ജ്യോതിഷം എന്നുദ്ദേശിക്കുന്നത് അതാണെങ്കിൽ അത് തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭാവിയൊക്കെ പ്രവചിക്കുന്ന ജാതക ഗണിതത്തെയാണെങ്കിൽ അത് ഭാരതീയ ചിന്തയിൽപ്പെട്ടതല്ല, അത് യവന ചിന്തയിൽപ്പെട്ടതാണ്. അതിൻ്റെ ആചാര്യൻ യവന ആചാര്യനാണ്. നിങ്ങളുടെ ജ്യോതിഷികൾ ചിലപ്പോൾ യമുന ആചാര്യൻ എന്നുമൊക്കെ പറഞ്ഞ് നിങ്ങളെ ധരിപ്പിക്കുന്നുണ്ടാവും. അത് യവന ആചാര്യനാണ്. യവന ആചാര്യൻ്റെ പീഠങ്ങളൊക്കെ കേരളത്തിൽ തന്നെ ഉണ്ട് ധാരാളം. അത് യവന സമ്പ്രദായത്തിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളതാണ്. അത് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ പെട്ട ഒരു ശാസ്ത്രശാഖയാണ്, ഡിഡക്റ്റീവ് റീസണിങ്ങിൽ പെട്ടതല്ല. ഒരു രാജ്യത്തിലെ രാജാവ് തൻ്റെ രാജ്യത്ത് ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെയും സമയം എഴുതി വെച്ചിട്ട് ഗ്രീസിൽ ഏഥൻസിലെടുത്ത് ഒരു നാട്ടുരാജ്യത്തിലെ രാജാവ് തൻ്റെ രാജ്യത്ത് ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെയും ജനന സമയം കൃത്യമായി രേഖപ്പെടുത്തി ആ കുഞ്ഞിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവങ്ങളെ ആ ഇതിൽ രേഖപ്പെടുത്തി വെച്ച് അങ്ങനെ തൻ്റെ പാരമ്പര്യത്തിലെ 100 വർഷം ജനിച്ച കുഞ്ഞുങ്ങളുടെ മുഴുവൻ ജീവിതത്തെ നോക്കി സമയവും അവരുടെ ജീവിതവും തമ്മിലുള്ള സാങ്കത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഗണിച്ച ചിന്തയാണ് ഇന്ന് നിങ്ങൾ ആ പേരിൽ അറിയപ്പെടുന്നതും നോക്കുന്നതുമായ സാധനം. അതിനോട് വേദാന്തത്തിന് വൈരുദ്ധ്യം. വേദാന്തം അതിന് അനുകൂലമല്ല. വേദാന്തത്തിന്റെ കണ്ണാണ് ഞാൻ ആദ്യം പറഞ്ഞ ജ്യോതിഷം. ഈ ജ്യോതിഷം വേദാന്തവുമായി ബന്ധമുള്ളതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജീവിതം ചാരുവായിരിക്കുന്നത് അതിൻ്റെ അൺസർട്ടനിറ്റിയിലാണ്. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അജ്ഞാതത്തിലാണ്. അതെ, ആകസ്മികതയിലാണ്. ജീവിതം ഏറ്റവും സുഖമാകുന്നത് ആകസ്മികമാകുമ്പോഴാണ്. പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നത് നീ അടുത്ത നിമിഷത്തെക്കുറിച്ച് അറിയരുതെന്നാണ്. അത് അറിയാൻ ശ്രമിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിത്വം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോന്നറിയില്ല. അത് അറിയേണ്ട ഒന്നായിരുന്നുവെങ്കിൽ അത് നേരെ നമുക്കറിയാൻ പറ്റുമായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷം എനിക്ക് അജ്ഞാതമാക്കി ചമച്ച എൻ്റെ മൂലപ്രകൃതിയാണ് ഈ ജീവിതം എനിക്ക് ദുഃഖപൂർണ്ണമല്ലാതാക്കി തന്നത്. ഇനി അത് അറിയാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. നമ്പർ 1, നിങ്ങൾക്ക് പിടിക്കില്ല. കാരണം പയ്യന്നൂർ ഇതിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിടിക്കില്ല. 2, എനിക്ക് അജ്ഞാതമായ എൻ്റെ ജീവിതം പ്രകൃതി അങ്ങനെ ആക്കിത്തന്നത് എനിക്ക് അജ്ഞാതമായിരിക്കുന്നതിൻ്റെ സൗഭാഗ്യം എന്നോടൊപ്പം ഇരിക്കെ എന്നെപ്പോലെ തന്നെ അജ്ഞാതമായിരിക്കുന്ന ഒരുവന് അവന്റെ ജീവിതത്തിന്റെ അടുത്ത നിമിഷം അജ്ഞാതമായിരിക്കെ കണക്കുകളിലൂടെ എൻ്റെ ജീവിതം ജ്ഞാതമാക്കി തരാമെന്ന് പറയുന്ന
വിഡ്ഢിയെ കൂപ്പുന്ന ഞാൻ അതിനേക്കാൾ വിഡ്ഢിയാണ്. സമ്മതാവൂല, സമ്മതാവൂല. സമ്മതം നോക്കണ്ട, പറഞ്ഞോളെ. എനിക്കങ്ങനെയല്ല. എനിക്ക് നിങ്ങളുടെ ഈ സമ്മതം ഒരു ചെറിയ രസമുള്ള പണിയാണ്. സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് വേറെ. പക്ഷെ ഇതിന്റെ സത്യം അതാണ്. പിന്നെ മാത്രവുമല്ല, ഭൂമി, അതായത് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഈ പഞ്ചഭൂതങ്ങളിൽ നിർണയിക്കപ്പെട്ട സമയവ്യവസ്ഥയ്ക്കുള്ളിൽ മാത്രമേ ഹോരയ്ക്ക് നിലനിൽക്കുള്ളൂ. കാരണം അത് ഹോരയാണ്. മനസ്സിലായില്ല? സൂര്യൻ ആർക്കെങ്കിലും ഉച്ചസ്ഥനായാൽ അവന് ഹോരയില്ല. സൂര്യൻ അവൻ്റെത് ബോധമാണെങ്കിൽ ബോധം ഉച്ചസ്ഥമായവനൊന്നും ഹോര ബാധകമാകുന്നില്ല. മനസ്സിലായതെന്നറിയില്ല. കാരണം അവന് രാത്രിയും പകലും ഇല്ല. മനസ്സിലായില്ല? കാരണം സമയം മനസ്സിന്റെ കൽപ്പനയാണ്. ഇനി മാത്രവുമല്ല, ആധുനിക ശാസ്ത്രത്തിന്റെ പഠിത്തത്തിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു ജ്യോതിഷിയോടൊപ്പം പ്രകാശപ്രവേഗത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് യാത്ര തിരിച്ചാൽ 3-4 ദിവസം കഴിയുമ്പോൾ, നമ്മൾ കണക്കാക്കുന്ന 3-4 ദിവസം കഴിയുമ്പോൾ അവന് ദിവസങ്ങൾ കഴിയുന്നില്ല. മനസ്സിലായെന്നറിയില്ല. കാരണം പ്രകാശപ്രവേഗത്തിലുള്ളൊരു വാഹനത്തിൽ അവൻ സഞ്ചരിച്ചാൽ, ഉച്ചയ്ക്ക് 1 മണിക്ക് അവൻ സഞ്ചരിച്ചാൽ 1 മണി എപ്പോഴും അവന് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ കുറേ സഞ്ചരിച്ചു കഴിഞ്ഞ് അവന് രാഹുകാലമോ യമകണ്ഠകാലമോ ഗുളികകാലമോ കണക്കാക്കണമെന്ന് നോക്കിയാൽ ആഴ്ചയില്ലല്ലോ. മനസ്സിലായില്ല? അത്രത്തോളം കാലം അതിന്റെ ബേസ് തീർന്നില്ലേ? ബേസ് ഇല്ലാതെ, സങ്കല്പം അല്ലെങ്കിൽ ഡേറ്റ എന്നൊന്നില്ലാതെ ഈ സാധനം രൂപപ്പെടുത്താൻ പറ്റില്ല. സങ്കല്പത്തിനപ്പുറം ഇതിന് പ്രസക്തിയില്ല. നിങ്ങൾക്ക് സങ്കല്പമുണ്ട്, അതുകൊണ്ട് ജ്യോതിഷം വേണം, പോയി ഇരുന്നോളുക, കേട്ടോളുക, കയ്യിലെ പൈസ കൊടുത്തോളുക, അവരും നിങ്ങളും കൂട്ടുകെട്ടുണ്ടാക്കിക്കൊള്ളുക. അതിന് വിരോധമില്ല, അതിനെതിരെ പറഞ്ഞില്ല. പക്ഷെ ശാസ്ത്രം അത് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ഉണ്ടായതാണ്. അത് ഭാരതീയമല്ല, അഭാരതീയമാണ്. ഹോരയിൽ ഭാരതീയ ആചാര്യന്മാർ പലരും പുസ്തകങ്ങൾ പിന്നീട് എഴുതിയിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ അവയ്ക്ക് പ്രസക്തി ഇത്ര മാത്രമേ. അവയുടെ ആഗമനം ഈ ഗ്രീസിൽ നിന്നാണ്. അതിന്റെ തെളിവുകളും അതിനുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ കിട്ടാനുണ്ട്. സ്വാമി വിവേകാനന്ദനും ശക്തമായി അഭിപ്രായക്കാരാണ്. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം. അദ്ദേഹം തന്റെ മാൻ ഈസ് ദ മേക്കർ ഓഫ് ഹിസ് ഡെസ്റ്റിനി എന്ന പ്രഭാഷണത്തിൽ അതിശക്തമായി പറയുന്ന ഇതിന്റെ ചരിത്രമുണ്ട്. അപ്പൊ ആ നിലയില് ആ ജ്യോതിഷമല്ല ജ്യോതിഷം. ഞാൻ പറഞ്ഞത് ഖഗോള വിജ്ഞാനം എന്നുള്ള നിലയിൽ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ അവലംബിച്ചുകൊണ്ട് പൃഥ്വിയുടെ ഗതിയെയും മറ്റും പഠിക്കുന്ന ശാസ്ത്രശാസ്ത്രം. അത് പൃഥ്വിയിൽ ജീവിക്കുന്ന മനുഷ്യന് ചില രംഗങ്ങളിൽ പ്രയോജനം കിട്ടുന്നവയായതുകൊണ്ട് അത് അറിഞ്ഞിരിക്കാൻ കുറെ തുറസ്സുകൾ നമുക്ക് പ്രകൃതി തന്നിട്ടുള്ളൂ. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾക്കെല്ലാം വേണ്ടുന്ന ലക്ഷ്യങ്ങളും ലക്ഷണങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാം അറിയരുതെന്ന് തീരുമാനമുള്ളതായ കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുന്ന സമയം അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ എളുപ്പമാണ്. ഇപ്പൊ ജീവിതത്തിന്റെ അതീവ രഹസ്യങ്ങൾ വരെ ഉണ്ട്. പക്ഷെ അടുത്ത നിമിഷം ഭൗതികമായ എന്തുണ്ടാവും അത് അന്വേഷിക്കാൻ പോകുന്നത് ഇപ്പോഴുള്ള നിമിഷത്തെ കളഞ്ഞു കുളിക്കലാണ്, അഥവാ അടുത്ത നിമിഷത്തിന്റെ ഉത്കണ്ഠ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അടുത്ത നിമിഷം ഒരിക്കലും ഈ നിമിഷത്തിൽ കടന്നു വരാതെ ഇരിക്കട്ടെ, അല്ലേ? കഴിഞ്ഞ നിമിഷങ്ങളും ഇപ്പോഴും കടന്നു വരാതിരിക്കട്ടെ. അപ്പൊ കഴിഞ്ഞ നിമിഷങ്ങളെയും വരാനിരിക്കുന്ന നിമിഷങ്ങളെയും ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തെ ദുർഗ്രഹമാക്കുന്നു എന്നുള്ളതാണ് ആ ശാസ്ത്രശാഖയുടെ
ഗുണം അഥവാ ദോഷം. ഇനിയും പോയി നോക്കുമല്ലോ, ഇനിയും പോയി നോക്കുമല്ലോ, ഇല്ലേ? ഇനിയും പോയി നോക്കിയില്ലേ? പിന്നെ ഇതിനകത്ത് വളരെ രസമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ജ്യോതിഷികളെ കാണാൻ ആളുകൾ പോകും. ഇപ്പോൾ അവരുടെ വീട്ടിൽ പോയി. കാരണം ഒരു മനുഷ്യന് ഇത് ശാസ്ത്രമാണെങ്കിൽ ആദ്യം അത് പരീക്ഷിക്കുന്നത് സ്വന്തം വീട്ടിലാണ്. ഒരു നല്ല സാധനം ഒരുത്തന്നെ കൈ കിട്ടിയാൽ അവനത് താൻ ഉപയോഗിച്ച് തൃപ്തി വന്നിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കൂ. അങ്ങനെയാണല്ലോ പ്രകൃതിയുടെ നിയമം, അല്ലേ? ഭാവിയും ഭൂതവും ഒക്കെ കൃത്യമായി ഗണിക്കാവുന്നതും, നല്ല പുരുഷനെയും സ്ത്രീയെയും സംയോജിപ്പിക്കാവുന്നതും, നല്ല കുട്ടികളെ സമയത്തിന് ജനിപ്പിക്കാവുന്നതും ഒക്കെയായ ഒരു ശാസ്ത്രശാഖ മിസ്റ്റർ ഗോപാലന്റെ കയ്യിൽ കിട്ടിയാൽ ഗോപാലൻ ആദ്യം തൻ്റെ വീട്ടിൽ ഉത്തമന്മാരായ സന്താനങ്ങളെ ജനിപ്പിക്കുകയും ഗോപാലൻ തന്നെ തൻ്റെ മക്കൾക്ക് വൈധവ്യം വരാതിരിക്കാൻ വേണ്ടുന്നതെല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇതെല്ലാം കൃത്യമായി അറിയുന്നവന്റെ വീട്ടിൽ തന്നെ വൈധവ്യം ഉണ്ടെങ്കിൽ, ഇതെല്ലാം കൃത്യമായി അറിയുന്നവന്റെ മക്കൾ തന്നെ വിധവകളോ അല്ലെങ്കിൽ ഭാര്യ മരിച്ച പുരുഷന്മാരോ ആയിട്ടുണ്ടെങ്കിൽ, അവിടെ തന്നെ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ, അവിടെ തന്നെ തളർച്ചയും മറ്റുള്ള രോഗങ്ങളുമൊക്കെ തമ്പടിച്ച് കിടപ്പുണ്ടെങ്കിൽ, ഇനിയും അയാൾക്ക് കൊണ്ട് കാശ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വിവരമുള്ളവൻ മനസ്സിലാക്കും. വിവരമില്ലെങ്കിൽ കൊണ്ട് കൊടുക്കുന്നതാണ്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളൊന്നും കേട്ടുമില്ലല്ലോ. ഗ്രഹണം രേഖപ്പെടുത്തുന്നത് ഖഗോള വിജ്ഞാനത്തിലാണ്. അത് ഉത്തമമായ ജ്യോതിശാസ്ത്രമാണ്. അത് ചേർത്ത് വെച്ചിട്ടാണ് നമ്മളെ കളിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അതിലാണല്ലോ ഇതിന്റെ ഈ ഏറ്റവും വലിയ ഗുണമിരിക്കുന്നത്. ഏറ്റവും നല്ല ശാസ്ത്രത്തിന്റെ വഴി കാണിക്കുക, അത് കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ സാധനവും കൂടെ ചേർക്കുക. അതിലാണ് ഏറ്റവും വലിയ മിടുകിരി. അതിലാണ് ആ വാചകത്തിന്റെ ഭംഗി. തീർച്ചയായും ഗ്രഹങ്ങൾ മനസ്സിനെ സ്വാധീനിക്കും, സംശയമൊന്നുമില്ല. ആ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ ഈ ഗ്രഹങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് മാറ്റാൻ ഒരു നാരങ്ങ മുറിച്ച് വെച്ച് തിരികെത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഗ്രഹവും നാരങ്ങയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് മനസ്സിലാകാതെ പോവുക. മനസ്സിലായില്ല? ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ ഞാൻ എതിർത്തില്ല. നിങ്ങൾ അവിടെ ഞാൻ എതിർത്തു എന്ന് പറയരുത്. ഗ്രഹങ്ങൾ സ്വാധീനിക്കും. കാരണം ചന്ദ്രന്റെ പൂർണ്ണതയും പൗർണമി അമാവാസി തുടങ്ങിയതൊക്കെ ജലത്തിന്റെ ആകർഷണങ്ങളെ ബാധിക്കുന്നുണ്ട്. കടലിൽ ജീവജാലങ്ങളെ ബാധിക്കുന്നുണ്ട്. വാവ് വന്നാല് പശുവൊക്കെ അമരുന്നുണ്ട്, അതിന്റെ വികാരങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ഒക്കെ ശരിയാണ്. അതൊന്നും നമ്മോട് ഭാവി പ്രവചനം നടത്താൻ പറ്റുന്ന ജ്യോതിഷിയുടെ സാമർഥ്യത്തെ കാണിക്കാനുള്ള ഉദാഹരണമല്ല, പ്രകൃതിയുടെ അത്ഭുതത്തെ കാണിക്കാനുള്ള ഉദാഹരണം മാത്രമാണ്. പ്രകൃതിയുടെ അത്ഭുതത്തെ ചൂണ്ടിക്കാണിച്ച് ആ ചൂണ്ടിക്കാണിക്കുന്നവനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് അതെന്റെ മഹത്വത്തിന്റെ തെളിവാണ് എന്ന് വരുന്നില്ല. കാരണം എന്റെ മഹത്വവുമായി ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ വെള്ളത്തെ പൊക്കിയതിന് എന്ത് ബന്ധമായിരിക്കുന്നത്? ഒരു കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വേലിയേറ്റം കൊണ്ട് കാണിച്ചിട്ട് സ്വാമി നിർമ്മലാനന്ദഗിരി പ്രവചിക്കാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അത്രയും കൊണ്ട് കാണിച്ചത് സമ്മതം. അത് നിങ്ങൾ നോക്കിയാലും കാണും, ഞാൻ നോക്കിയാലും കാണും. അതാണ് നമ്മുടെയൊക്കെ തെറ്റും വിഡ്ഢിത്തവും. അതാണ് ഏതെങ്കിലും ഒരു മഹത്തായ കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തും പറയാൻ പറ്റിയ ആളാണെന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രമുള്ള വിവരക്കേട് നമുക്കെല്ലാം ഉള്ളിടത്തോളം കാലം ഇത് തുടരും. മനസ്സിലായില്ല? അതിന് പകരം ആദ്യം പറഞ്ഞിടത്തോളം കാര്യം സത്യമാണ്, അത് നമ്മൾ സമ്മതിക്കുന്നു. അത് പ്രകൃതിയിൽ കാണുന്നതാണ്. പ്രകൃതിയിൽ അനന്തകോടി ജീവജാലങ്ങളിൽ ഈ അത്ഭുതങ്ങളുണ്ട്. മെഡിക്കൽ കോളേജിൽ പോകാത്ത, ഡോക്ടറെ കാണാത്ത, MBBS പഠിക്കാത്ത, BAMS പാസ്സാകാത്ത, ഹോമിയോപ്പതിയിൽ ഡിഗ്രി ഒന്നുമില്ലാത്ത എൻ്റെ വീട്ടിലെ നാടൻ നായ അതിന് ശൂല വരുമ്പോൾ പുല്ല് പോയി തിന്നുന്നുണ്ട്. അത്ഭുതം കണ്ട് നമസ്കരിക്കാനാണെങ്കിൽ ഞാൻ ആദ്യം ആ നായയെ നമസ്കരിക്കും. അതിനപ്പുറം വലിയ അത്ഭുതമില്ല. മനസ്സിലായില്ല?
അത്രയും വലിയ അത്ഭുതം പ്രപഞ്ചത്തിലില്ല. ശരിയല്ല? നിങ്ങൾ കണ്ടിട്ടില്ല? എല്ലാ പുല്ലും വലിച്ചു വരി തിന്നില്ല. അതിന് കൃത്യമായി അറിയാൻ ചില പുല്ല് അതാ തിന്നുന്ന. ഇപ്പൊ എന്തേ അതിനെ നമസ്കരിക്കാത്തത്? പ്രപഞ്ചാത്ഭുതത്തിലൊന്നല്ലേ അത്? ഡോക്ടറായ നായിക്കായി കൊണ്ട് നമസ്കാരം പറയണ്ടേ? ഏത് കോളേജിലാ പഠിച്ചത്? ഞാനോ കോളേജിലോ എന്ന് നായ നമ്മോട് ചോദിക്കില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല? ഞാൻ അത്ഭുതം പറയാണ്. നടന്ന ഇല്ലെന്ന്. അതെ, അതിപ്പം ഈ പൂച്ച നായൊന്നും ഇല്ലെന്നു. ഇപ്പൊ മിക്കവാറും വീട്ടിൽ കാർന്നന്മാരെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അത് കാരണം അവയ്ക്കാണെങ്കിൽ പുല്ല് തിന്നാനോട്ട് അറിയത്തുമില്ല അല്ലേ? പല വീടുകളിൽ ഈ ബോർഡുണ്ട്, പട്ടിയുണ്ട് കടിക്കുന്നു. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാർന്നവരെയാണ്. അപ്പൊ അത് കാരണം വീട്ടിൽ നായൊന്നും കണ്ടിട്ടില്ല ഞങ്ങള്. കറുകപ്പുല്ല്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ, അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം. അത്ഭുതം കണ്ട് ആ അത്ഭുതത്തിന്റെ കാരണം അന്വേഷിച്ചു പോയാൽ നമുക്ക് ഒരു ഉത്തരേ കിട്ടുള്ളൂ. ഇത് അത്ഭുതകരമാണ് എന്ന ഉത്തരമാണ്. അതുകൊണ്ട് ഇത് അത്യത്ഭുതകരമാണ്, സംശയം വേണ്ട. അതുകൊണ്ട് എന്തായാലും മാഷ് ചോദിച്ച ചോദ്യം പഞ്ചാംഗങ്ങളോടുകൂടിയാണ്. ജ്യോതിഷത്തിനൊക്കെ വേണ്ടത് പഞ്ചാംഗങ്ങളാണ്. ആ 5 അംഗം ഇല്ലെങ്കിൽ ജ്യോതിഷമില്ല പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന. പിന്നെ അതിൽ സംജ്ഞാപരമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അതിൻ്റെ ഉപാസന രീതികളൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ജ്യോതിഷം എന്നൊരു പദം പറഞ്ഞുകൊണ്ട് മാഷക്ക് അങ്ങനെ സംശയം വന്നുകൊണ്ട്, അപ്പൊ നചികേതസ് മൃത്യുവിനോട് വീണ്ടും പറയാണ് എനിക്കിത് മാത്രമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞപ്പോൾ മൃത്യു സംതൃപ്തനായി സംപ്രീതനായി നചികേതസിന് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങാണ്. ആ ആത്മവിദ്യ ഉപദേശിക്കുമ്പോൾ അത് ശ്രേയസ്സെന്നും പ്രേയസ്സെന്നും രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നു. അത് നമ്മൾ പറഞ്ഞു. അതില് ബുദ്ധിമാൻ ശ്രേയസിന്റെ പിന്നാലെ പോകും. പ്രേയസ് ഉണ്ടായി നശിക്കുന്നതാണ്, സ്ഥിരമല്ല. മഹാഭാരതം മുതലായ ഇതിഹാസങ്ങൾ ഈ പ്രേയസിന്റെയും ശ്രേയസിന്റെയും 2 ലോകങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. എത്ര ഉന്നതനായാലും പ്രേയസിന്റെ ലോകങ്ങൾ നാളെ വലിച്ചെറിയേണ്ടി വരും. ശ്രേയസ്സാകട്ടെ നഷ്ടപ്പെടുന്നില്ല. ഈ ഒരു തലത്തിലുള്ള അന്വേഷണം, ഈ തലത്തിലുള്ള ചിന്ത, അതും ഭാരതീയ ദർശനങ്ങളുടെ പ്രത്യേകതയാണ്. നമുക്കിനി മന്ത്രത്തിലേക്ക് നീങ്ങാം. 2-ാം വരി. അന്യശ്രേയോ അന്യതു ദൈവ പ്രേയഃ തേ ഉഭേ നാനാർത്ഥേ പുരുഷം സിനീതഃ തയോ ശ്രേയ ആദദാനസ്യ സാധു ഭവതി ഹിയതീർഥാത് പ്രേയോ വൃണീതേ. ശ്രേയഃ ശ്രേയസ്, അന്യത് വേറെയാകും. ശ്രേയസ് വേറെയാണ്. പ്രേയഃ പ്രേയസ് അന്യത് ഏവ വേറെ തന്നെയാകുന്നു. ശ്രേയസ്സും പ്രേയസ്സും ഒന്നല്ല. ചില ആചാര്യന്മാർ ശ്രേയസിനെയും പ്രേയസിനെയും ഒന്നായി കാണാറുണ്ട്. ഒന്നല്ല, നല്ല ഉറപ്പിച്ചാ പറയുന്നത്. ശ്രേയസ് പ്രേയസ് രണ്ടു തന്നെയാണ്. ചിലർ പറയും ഈ ലോകം തന്നെയാണ് ഈശ്വരൻ. അല്ല, ഈ ലോകം ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇല്ലാത്തത് ഈശ്വരനാണെന്ന് അർത്ഥം കിട്ടും. ഈ ലോകം ഇല്ലാത്തതാണ്. ഉള്ളത് ഇല്ലാത്തത് എന്ന നിർവചനം പോലും ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്.
ഉള്ളതാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ലോകം ഉണ്ടാവണം. എപ്പോഴും ഈ ലോകമില്ല. എന്റെ ജാഗ്രത്തിലെ ലോകം എന്റെ സ്വപ്നത്തിലില്ല. എന്റെ ഇന്നത്തെ ലോകം എന്റെ നാളത്തെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ മാറ്റമുള്ള വസ്തു ഉള്ളതല്ല. പരിണമിക്കാത്ത ഒരു വസ്തുവിനെ ആധാരമാക്കി മാത്രമേ പരിണമിക്കുന്ന വസ്തുക്കളുടെ നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പൊ പരിണമിക്കുന്ന വസ്തുവിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പരിണാമം എന്റെ ജാഗ്രത്തില്, എന്റെ സ്വപ്നത്തില്, എന്റെ സുഷുപ്തിയില്, സ്വർഗനരകങ്ങൾ ഇല്ലാത്തവയാണ്. ഈ കാണുന്ന പ്രപഞ്ചം ഇല്ലാത്തതാണ്. ഞാൻ കാണുന്നു എന്നുള്ളത് കൊണ്ട് അതുണ്ടാവില്ല. അത് ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇന്ദ്രിയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ചോദിക്കും, ഞാനിത് കാണുന്നില്ലേ, ഞാനിനെ തൊടുന്നില്ലേ, ഞാനിനെ നക്കിയ സ്വാതറിയില്ലേ? ഒക്കെ ശരിയാണ്. 5 ഇന്ദ്രിയങ്ങൾക്കും വിഷയമായത് ഇന്ദ്രിയങ്ങളുടെ ലോകത്തിൽ ജാഗ്രത്തിൽ മാത്രമേ ഉള്ളൂ. ജാഗ്രത വിട്ട എന്റെ സ്വപ്നത്തിൽ ഈ ലോകമില്ല. ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്റെ ബോധം വേറൊരു മാനസിക സങ്കല്പ ലോകമാണ് വിരചിച്ചു നിൽക്കുന്നതെങ്കിൽ ഈ വസ്തുവിനെ ഞാൻ കാണില്ല. എന്റെ മുമ്പിലൂടെ പോകുന്ന ആളിനെ ഞാൻ അറിയില്ല. അപ്പൊ കണ്ണുണ്ടായിട്ടും ഞാൻ കാണില്ല. അപ്പൊ ഈ വസ്തുവിന്റെ ഉണ്മയെ ആസ്പദമാക്കി എന്റെ ഭാവിയും എന്റെ ഭൂതവും രചിച്ച് ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ക്ഷണികമായ എന്റെ ജീവിതത്തിന്റെ ഒരു അംശമായ ജാഗ്രത്തിനെ ആസ്പദമാക്കി എന്റെ ജീവിതം മുഴുവൻ അതിൽ തളച്ചിടുന്നവനാണ്. ഇനി ഈ ജാഗ്രത്തിന് അപ്പുറം എന്റെ സ്വപ്നമാണ്. സ്വപ്നമാകട്ടെ ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഉറക്കത്തിൽ കാണുന്നതായാലും ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണെങ്കിലും എന്റെ സ്വപ്ന ലോകങ്ങൾ എന്റെ ജാഗ്രത ലോകത്തിൽ നിന്ന് അത്യന്തം വിഭിന്നമാണ്. എന്റെ ജാഗ്രത്തിലെ അമ്മ എന്റെ സ്വപ്നത്തിലെ അമ്മയല്ല. എന്റെ ജാഗ്രത്തിലെ ഭാര്യ എന്റെ സ്വപ്നത്തിലെ ഭാര്യയല്ല. എന്റെ ജാഗ്രത്തിലെ മക്കൾ എന്റെ സ്വപ്നത്തിലെ മക്കളല്ല. എന്റെ ജാഗ്രത്തിലെ അച്ഛൻ എന്റെ സ്വപ്നത്തിലെ അച്ഛനല്ല. എന്റെ ജാഗ്രത്തിലെ നാട് എന്റെ സ്വപ്നത്തിലെ നാടല്ല. അപ്പോൾ എന്റെ സ്വപ്നം വേറൊരു ലോകമാണ്. സ്വപ്നം ക്ഷണികമാണെന്നും സ്വപ്നം അയാഥാർത്ഥമാണെന്നും എളുപ്പം മനസ്സിലാകുന്നുണ്ട്, അല്ലേ? അല്ലേ? യഥാർത്ഥത്തില് എന്റെ സ്വപ്നത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കുന്നതല്ലേ എന്റെ ജാഗ്രത? അതുമാണ്. സ്വപ്നം അയഥാർത്ഥമാണെങ്കിൽ അയഥാർത്ഥത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യമാകുന്ന ജാഗ്രത എങ്ങനെ യാഥാർത്ഥ്യമാവും? എന്റെ സ്വപ്നത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കുന്നതാണ് എന്റെ ജാഗ്രത. സ്വപ്നം തന്നെയാണ് എന്റെ ജാഗ്രതായി രൂപം മാറി വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ആവിർഭവിച്ച ജാഗ്രത സ്വപ്നം തന്നെയല്ലേ? എന്റെ മുമ്പിൽ നിൽക്കുന്ന അമ്മ സ്ത്രീയാണ്, എന്റെ ഭാര്യ സ്ത്രീയാണ്, എന്റെ മകൾ സ്ത്രീയാണ്. സ്ത്രീ എന്ന സത്യത്തിനാണോ, മകൾ, അമ്മ, ഭാര്യ എന്ന സ്വപ്നത്തിനാണോ അവളിൽ പ്രസക്തി? മകൾ എന്നത് സ്വപ്നമാണ്, ഭാര്യ എന്നത് സ്വപ്നമാണ്, അമ്മ എന്നത് സ്വപ്നമാണ്, യാഥാർത്ഥ്യമല്ല. യഥാർത്ഥത്തിൽ ആർക്കും മകളില്ല, യഥാർത്ഥത്തിൽ ആർക്കും അമ്മയില്ല, യഥാർത്ഥത്തിൽ ആർക്കും ഭാര്യയില്ല. സ്ത്രീ മാത്രമേ ഉള്ളൂ മുമ്പിൽ. അറിയോ? അറിയോ? അറിയോ?
അറിയില്ല 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 അറിയില്ലാത്തതുകൊണ്ട് നാട്ടുകാരെ വിളിച്ചു ഊണ് കൊടുക്കുന്നു. നാട്ടുകാരോട് സമ്മതിക്കാൻ നാട്ടുകാരും കൂടെ ഒന്ന് സമ്മതിച്ചു തരാനാണ് എല്ലാവരെയും വിളിച്ച് നമ്മൾ ഊണ് കൊടുത്തത്. കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം ഭാര്യയാവില്ല. എത്ര കേസാ കോടതി കിടക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയാവില്ല എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന എത്ര സീരിയലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ പോയി ആ ജ്വാലയായി താലി ഒക്കെ കണ്ടാ മതി അല്ലേ? ഇതിനൊക്കെ എപ്പോഴാ സമയം? മാഷിന് സമയം ഇനിയും മിച്ചം. ഇനി വല്ല കുണ്ടമാണ്ടിയും കാണിക്കാൻ പറ്റുമോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സമയത്തിനാണോ പഞ്ഞമുണ്ട്? നിങ്ങൾക്ക് സമയമില്ലാത്തതിന് കാരണം നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട്. സമയം ഇനിയും ഒരുപാട്. പിന്നെ ഒരൊറ്റ എപ്പിസോഡ് വിടാറില്ല. കാരണം വിട്ടു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളോട് എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ ഭംഗിക്കെന്തിനാ പറയുന്നത്? കാരണം എല്ലാ എപ്പിസോഡും കുത്തിയിരുന്ന് കാണാം. അതുകൊണ്ടല്ലേ ഇത് കൃത്യമായിട്ട് പറയുന്നത്. അത് മാഷക്കറിയാൻ പാടില്ലാണ്ടാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു വളരെ ചെറിയൊരു TV സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ മൈക്രോ ലെവലിലുള്ളതാണ്. അതിപ്പോ ഇപ്പൊ നടന്നുകൊണ്ട്